പരിപാവനമായ അധ്യാത്മരാമായണം നിങ്ങൾക്ക് സമർപ്പിക്കുന്നു DC ബുക്സ്. കിഷ്കിന്ധാകാന്ഡം ആരംഭിക്കുന്നു. ശാരിക പൈതലെ ചാരുശീലേ വരിക, ആരോമലെ കഥാശേഷവും ചൊല്ലുനി. ചൊല്ലുവനെങ്കിൽ അനങ്കാരി ശങ്കരൻ വല്ലഭയോട് അരുൾ ചെയ്ത പ്രകാരങ്ങൾ. കല്യാണശീലൻ ദശരഥസോനു കൗസല്യാതനയൻ അവരജൻ തന്നോടും പമ്പാസരസ്തടം ലോകമനോഹരം സംപ്രാപ്യ വിസ്മയം പൂണ്ടരുളിയിടിനാൻ. ക്രോശമാത്രം വിശാലം വിശദാമൃതം ക്ലേശവിനാശനം ജന്തുപൂർണസ്ഥലം. ഉത്ഫുല്ല പത്മകൽഹാര കുമുദ് നീലോത്പലമണ്ഡിതം ഹംസകാരണ്ഡവ ഷഡ്പദ കോകില കുക്കുട കോയഷ്ടി സർപ്പസിംഹവ്യാഘ്രസൂകരസേവിതം പുഷ്പലതാ പരിവേഷ്ടിത പാദപ സത്ഫലസേവിതം സന്തുഷ്ടജന്തുകം. കണ്ട് കൗതൂഹലം പൂണ്ട് തണ്ണീർ കുടിച്ച് ഇണ്ടലം തീർത്ത് മന്ദം നടന്നീടിനാർ. ശ്രീരാമ ഭക്താഗ്രേസരനായ ഹനുമാനെ ശ്രീരാമൻ കാണുന്നു. കാലേ വസന്തേ സുശീതളേ ഭൂതലെ ഭൂലോകപാലന്മാർ ഇരുവരും ഋഷ്യമൂകാദ്രി പാർശ്വസ്ഥലേ സന്തതം നിശ്വാസം ഉൾക്കൊണ്ടു വിപ്രലാപത്തോടും സീതാവിരഹം പൊറാഞ്ഞു കരകയും ചൂതായുധാർത്തി മുഴുത്തു പറകയും ആധി കലർന്നു നടന്നടുക്കും വിധവും ഭീതനായി വന്നു ദിനകരപുത്രനും. സത്വരം മന്ത്രികളോടും കുതിച്ചു പാഞ്ഞ് ഉത്തുംഗമായ ശൈലാഗ്രമേറിയിടിനാൻ. മാരുതിയോട് ഭയേന ചൊല്ലിയിടിനാൻ, ആരീ വരുന്നത് ഇരുവർ സന്നദ്ധരായി. നേരെ ധരിച്ചു വരിക നീ വേഗേന, ധീരന്മാർ എത്രയുമെന്നു തോന്നും കണ്ടാൽ. അഗ്രജൻ ചൊൽകയാൽ എന്നെ ബലാൽ ഇങ്ങ് നിഗ്രഹിപ്പാനായി വരുന്നവരല്ലല്ലീ. വിക്രമമുള്ളവർ എത്രയും തേജസ, ദിക്കുകളൊക്കെ വിളങ്ങുന്നു കാൺക നീ. താപസവേഷം ധരിച്ചിരിക്കുന്നിത്, ശാപബാണാസി ശസ്ത്രങ്ങളുമുണ്ടല്ലോ. നീയൊരു വിപ്രവേശം പോണ്ട് അവരോട് വായുസുത ചെന്നു ചോദിച്ചറിയണം. വക്ത്രനേത്ര ആലാപഭാവങ്ങൾ കൊണ്ട് അവർ ചിത്തം എന്തെന്നത് അറിഞ്ഞാൽ വിരവിൽ നീ അസ്തങ്ങൾ കൊണ്ടറിയിച്ചിട് നമ്മുടെ ശത്രുക്കളെങ്കിൽ. അതല്ലെങ്കിൽ നിന്നുടെ വക്ത്രപ്രസാദ മന്ദസ്മേര സംജ്ഞയ മിത്രമെന്നുള്ളതും എന്നോട് ചൊല്ലണം. കർമ്മസാക്ഷി വാക്കുകൾ കേട്ടവൻ ബ്രഹ്മചാരി വേഷം ആലംബ്യസാദരം അഞ്ജസാ ചെന്നു നമസ്കരിച്ചിടിനാൻ. അഞ്ജനാപുത്രനും ഭർത്തൃപാദാംബുജം കഞ്ചവിലോചനന്മാരായ മാനവ കുഞ്ചരന്മാരെ തൊഴുതു വിനീതനായി. അങ്കജൻ തന്നെ ജയിച്ചൊരു കാന്തി പൂണ്ട് ഇങ്ങനെ കാണായ നിങ്ങൾ ഇരുവരും ആരെന്ന് അറികയിൽ ആഗ്രഹമുണ്ട്, അതു നേരെ പറയണം എന്നോടു സാദരം. ദിക്കുകൾ ആത്മഭാഷൈവ ശോഭിപ്പിക്കും അർക്കനിശാകരന്മാർ എന്നു തോന്നുന്നു. ത്രൈലോക്യ കർത്തൃബോധന്മാർ ഭവാന്മാരെന്ന് ആലോക്യ ചേതസി ഭാതി സദൈവമേ. വിശ്വൈകവീരന്മാരായ യുവാക്കളാം അശ്വിനി ദേവകളോ മറ്റതെന്നിയെ വിശ്വൈക കാരണബോധന്മാരായൊരു വിശ്വരൂപന്മാരാം ഈശ്വരന്മാർ നിങ്ങൾ. നൂനം പ്രധാന പുരുഷന്മാർ മായയാ മാനുഷാകാരേണ സഞ്ചരിക്കുന്നിത്. ലീലയാ ഭൂഭാരനാശനാർത്ഥം പരിപാലനത്തിന് ഭക്താനാം മഹീതലേ വന്നു രാജന്യവേഷേണ പിറന്നൊരു പുണ്യപുരുഷന്മാർ പൂർണ്ണ ഗുണവാന്മാർ. കർത്തം ജഗത്സ്ഥിതി സംഹാര സർഗങ്ങൾ ഉദ്യതൗ ലീലയാ നിത്യസ്വതന്ത്രന്മാർ. മുക്തി നൽകും നരനാരായണന്മാർ എന്ന് ഉൾത്താരിൽ ഇന്നു തോന്നുന്നു നിരന്തരം. ഇത്തം പറഞ്ഞു തൊഴുതു നിന്നിടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞു രഘുത്തമൻ, പശ്യ സഖേ വടുരൂപിണം ലക്ഷ്മണ നിശേഷ ശബ്ദശാസ്ത്രം അനേന ശ്രുതം. ഇല്ലൊരപശബ്ദം എങ്ങുമേ വാക്കിങ്കൽ നല്ല വൈയാകരണൻ വടു നിർണയം. മാനവവീരനും അപ്പോൾ അരുൾ ചെയ്തു, വാനരശ്രേഷ്ഠനെ നോക്കി ലഘുതരം. രാമനെന്ന് എന്നുട നാമം
ദശരഥ ഭൂമിപാലേന്ദ്രതനയൻ ഇവൻ മമ സോദരനാകിയ ലക്ഷ്മണൻ കേൾക്കനീ. ജാതമോദം പരമാർത്ഥം മഹാമതേ, ജാനകിയാകിയ സീതയെന്ന് ഉണ്ടൊരു മാനിനി എന്നുടെ ഭാമിനി കൂടവേ. താതനിയോഗേന കാനന സീമനി യാതന്മാരായി തപസ്സു ചെയ്തിടുവാൻ ദണ്ഡകാരണ്യേ വസിക്കുന്ന നാൾ അതിചണ്ഡനായൊരു നിശാചരൻ വന്നുടൻ ജാനകി ദേവിയെ കട്ടുകൊണ്ടിടിനാൻ. കാനനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു, കണ്ടീല അവളെ ഒരേടത്വമെന്നിഹ. കണ്ടുകിട്ടി നിന്നെ നീ ആരെടോ സഖേ. ചൊല്ലിയിടുക എന്നതു കേട്ടൊരു മാരുതി ചൊല്ലിനാൻ കൂപ്പിത്തൊഴുതു കുതൂഹലാൽ. സുഗ്രീവനാകിയ വാനരേന്ദ്രൻ പർവ്വതാഗ്രേ വസിക്കുന്നിത് അത്ര രഘുപതേ. മന്ത്രികളായി ഞങ്ങൾ 4 പേരുണ്ടല്ലോ, സന്തതം കൂടെ പിരിയാതെ വാഴുന്നു. അഗ്രജനാകിയ ബാലി കപീശ്വരൻ ഉഗ്രനാട്ടിക്കളഞ്ഞിടിനാൻ തമ്പിയെ. സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനാൻ. ഋഷ്യമൂകാചലം സങ്കേതമായി വന്നു വിശ്വാസമോടിരിക്കുന്നിത് അർക്കാത്മജൻ. ഞാൻ അവൻ തന്നെ ഭൃത്യനായുള്ളൊരു വാനരൻ വായുതനയൻ മഹാമതേ. നാമധേയം ഹനുമാൻ അഞ്ജനാത്മജൻ, ആമയം തീർത്തു രക്ഷിച്ചു കൊള്ളേണമേ. സുഗ്രീവനോട് സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാം ഇരുവർക്കും അരികളെ. വേല ചെയ്യാം അതിനാവോളമാശു ഞാൻ, ആലംബനം മറ്റെനിക്കില്ല ദൈവമേ. ഇത്തം തിരുമനസ്സെങ്കിൽ എഴുന്നള്ളുക, ഉൾത്താപമെല്ലാം അകലും ദയാനിധേ എന്നുണർത്തിച്ചു നിജാകൃതി കൈക്കൊണ്ടു നിന്നു തിരുമുമ്പിലാം മാറുമാരുതി. പോകാം മമസ്കന്ധമേറിയിടുവിൻ നിങ്ങൾ, ആകുലഭാവം അകലെക്കളഞ്ഞാലും. അപ്പോൾ ശബരിതൻ വാക്കുകൾ ഓർത്തുകണ്ട് ഉത്പലനേത്രൻ അനുവാദവും ചെയ്തു. ശ്രീരാമൻ സുഗ്രീവനുമായി സഖ്യം ചെയ്യുന്നു. ശ്രീരാമലക്ഷ്മണന്മാരെ കഴുത്തിലാം മാറങ്ങെടുത്തു നടന്നിത് മാരുതി. സുഗ്രീവ സന്നിധവും കൊണ്ടു ചെന്നീടിനാൻ. വ്യഗ്രങ്കളക നീ ഭാസ്കരനന്ദന, ഭാഗ്യമഹോ ഭാഗ്യമോർത്തോളം എത്രയും. ഭാസ്കര വംശസമുദ്ഭവന്മാരായ രാമനും ലക്ഷ്മണനാകും അനുജനും കാമധാരാർത്ഥമെവിടേക്കെഴുന്നള്ളി. സുഗ്രീവനോടിവണ്ണം പറഞ്ഞ് അദ്രീശ്വരാഗ്രേ മഹാതരുഛായാതലേ തഥാ. വിശ്വൈക നായകന്മാരാം കുമാരന്മാർ വിശ്രാന്ത ചേതസാ നിന്നരുളേടിനാൻ. വാദാത്മജൻ പരമാനന്ദമുൾക്കൊണ്ട് നീതിയോടർക്കാത്മജനോട് ചൊല്ലിനാൻ. ഭീതികളക നീ മിത്രഗോത്രേ വന്നു ജാതന്മാരായൊരു യോഗേശ്വരന്മാർ. ഈ ശ്രീരാമലക്ഷ്മണന്മാർ എഴുന്നള്ളിയത് ആരെയും പേടിക്ക വേണ്ട ഭവാനിനി. വേഗേന ചെന്നു ബന്ധിച്ചു സഖ്യം ചെയ്തു ഭാഗവതപ്രിയനായി വസിച്ചിടുക. പ്രീതനായൊരു സുഗ്രീവനും അന്നേരം ആദരപൂർവം ഉത്ഥായ സ്വസംഭ്രമം വിഷ്ടപനാഥൻ എരുന്നരുളിയിടുവാൻ. വിഷ്ടരാർത്ഥം നല്ല പല്ലവജാലങ്ങൾ പൊട്ടിച്ച് അവനിയിലിട്ടാൻ. അതു നേരം ഇഷ്ടനാം മാരുതി ലക്ഷ്മണനും ഒടിച്ചിട്ടത് കണ്ട് സൗമിത്രി സുഗ്രീവനും പുഷ്ടമോദാൽ ഒടിച്ചിട്ട് അരുളീടിനാൻ. തുഷ്ടി പൂണ്ടെല്ലാവരും നേടിനാൻ. നഷ്ടമായി വന്നിത് സന്താപസംഘവും. മിത്രാത്മജനോട് ലക്ഷ്മണൻ ശ്രീരാമവൃത്താന്തമെല്ലാം അറിയിച്ചതു നേരം. ധീരനാമാദിത്യനന്ദനൻ മോദേന ശ്രീരാമചന്ദ്രനോട് ആശു ചൊല്ലിയിടിനാൻ. നാരേമണിയായ ജാനകീദേവിയെ ആരാഞ്ഞറിഞ്ഞു തരുന്നുണ്ടു നിർണയം. ശത്രുവിനാശനത്തിന് അടിയനൊരു മിത്രമായി വേല ചെയ്യാം തവാജ്ഞാവശാൽ. ഏതുമിതു നിരൂപിച്ചു ഖേദിക്കരുത്, ആദികളൊക്കെ അകറ്റുവൻ നിർണയം. രാവണൻ തന്നെ സകുലം വധം ചെയ്തു, ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ. ഞാനൊരവസ്ഥ കണ്ടേൻ ഒരു നാൾ, അതു മാനവവീര തെളിഞ്ഞു കേട്ടിയിടണം. മന്ത്രികൾ 4 പേരും ഞാനുമായി അചലാന്തേ വസിക്കുന്ന കാലം
ഒരു ദിനം പുഷ്കര നേത്രയായൊരു തരുണിയെ പുഷ്കരമാർഗേണ കൊണ്ടുപോയാൻ ഒരു രക്ഷോവരൻ. അതുനേരം അസുന്ദരി രക്ഷിപ്പതിനാരുമില്ലാഞ്ഞ് ദീനയായി രാമരാമേതി മുറയിടുന്നോൾ തവാ ഭാമിനി തന്നെ അവൾ എന്നതേ വരൂ. ഉത്തമയാം അവൾ ഞങ്ങളെ പർവ്വതേന്ദ്രോത്തമാങ്കെ കണ്ട നേരം പരവശാൽ ഉത്തരീയത്തിൽ പൊതിഞ്ഞ് ആഭരണങ്ങൾ അദ്രീശ്വരോപരി നിക്ഷേപണം ചെയ്താൾ. ഞാനത് കണ്ടിങ്ങെടുത്തു സൂക്ഷിച്ചു വെച്ചേൻ, അത് കാണണമെങ്കിലോ കണ്ടാലും. ജാനകീദേവി തന്നാഭരണങ്ങളോ മാനവവീര ഭവാൻ അറിയാമല്ലോ എന്നു പറഞ്ഞ് അതെടുത്തു കൊണ്ടുവന്ന് മന്നവൻ തൻ തിരുമുമ്പിൽ വെച്ചീടിനാൻ. അർണോജനേത്രൻ എടുത്തു നോക്കുന്നേരം കണ്ണുനേർ തന്നെ കുശലം വിചാരിച്ചു. എന്നെക്കണക്കെ പിരിഞ്ഞിതോ നിങ്ങളും തന്വങ്കിയാകിയ വൈദേഹിയോടയോ. സീതേ ജനകാത്മജേ മമ വല്ലഭേ നാഥേ നളിനദളായ തലോചനേ. രോദനം ചെയ്തു വിഭൂഷണ സഞ്ജയം ആദിപൂർവം തിരുമാറിൽ അമുഴ്ത്തിയും പ്രാകൃതന്മാരാം പുരുഷന്മാരെപ്പോലെ ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങിനാൻ. ശോകേന മോഹം കലർന്നു കിടക്കുന്ന രാഘവനോട് പറഞ്ഞത് ലക്ഷ്മണൻ. ദുഃഖിയായിക ഏതുമേ രാവണൻ തന്നെയും മർക്കടശ്രേഷ്ഠ സഹായേന വൈകാതെ നിഗ്രഹിച്ച് അംബുജനേത്രയാം സീതയെ കൈക്കൊണ്ടുകൊള്ളാം പ്രസീത പ്രഭോ ഹരേ. സുഗ്രീവനും പറഞ്ഞാൻ അത് കേട്ടുടൻ വ്യഗ്രിയായ ഏതുമേ രാവണൻ തന്നെയും നിഗ്രഹിച്ചാശു നൽകിയിടുവൻ ദേവിയെ. കൈക്കൊള്ളുക ധൈര്യം ധരിത്രീപദേ വിഭോ. ലക്ഷ്മണ സുഗ്രീവ വാക്കുകൾ ഇങ്ങനെ. തക്ഷണം കേട്ടു ദശരഥപുത്രനും ദുഃഖവും ഒട്ടു ചുരുക്കി മരുവിനാൻ. മർക്കടശ്രേഷ്ഠനാം മാരുതിയെന്നേരം അഗ്നിയെ ജ്വലിപ്പിച്ച് ശുഭമായ ലഗ്നവും പാർത്തു ചെയ്യിപ്പിച്ചു സഖ്യവും. സുഗ്രീവ രാഘവന്മാർ അഗ്നിസാക്ഷിയായി സഖ്യവും ചെയ്തു പരസ്പരം കാര്യവും സിദ്ധിക്കുമെന്നുറച്ച ആത്മഖേദം കളഞ്ഞ് ഉത്തുംഗമായ ശൈലാഗ്രേ മരുവിനാർ. ബാലിയും താനും പിണക്കമുണ്ടായതിൻ മൂലം എല്ലാം ഉണർത്തിച്ചരുളീടിനാൻ. ബാലിയും സുഗ്രീവനും എങ്ങനെ ശത്രുക്കളായി എന്ന് സുഗ്രീവൻ രാമനെ അറിയിക്കുന്നു. പണ്ട് മായാവി എന്നൊരസുരേശ്വരനുണ്ടായത് മയൻ തന്നെ പുത്രനായി. യുദ്ധത്തിനാരുമില്ലാഞ്ഞു മതിച്ചവൻ ഉദ്ധതനായി നടന്നിടും ദശാന്തരെ. കിഷ്കിന്ധയാം പുരിപുക്കു വിളിച്ചത് മർക്കടാധീശ്വരനാകിയ ബാലിയെ. യുദ്ധത്തിനായി വിളിക്കുന്നതു കേട്ട് അതിക്രുദ്ധനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ മുഷ്ടികൾ കൊണ്ടു താടിച്ചതുകൊണ്ട് അതിദുഷ്ടനാം ദൈത്യനും പേടിച്ചു മണ്ടിനാൻ. വാനരശ്രേഷ്ഠനും ഓടിയെത്തിയിടിനാൻ. ഞാനും അതുകൊണ്ട് ചെന്നിതു പിന്നാലെ. ദാനവൻ ചെന്നു ഗുഹയിൽ ഉൾപ്പൊക്കിയത് വാനരശ്രേഷ്ഠനും എന്നോട് ചൊല്ലിനാൻ. ഞാനതിൽ പൊക്ക് ഇവൻ തന്നെ ഒടുക്കുവൻ. നൂനം ബിലദ്വാരി നിൽക്ക നീ നിർഭയം. ക്ഷീരം വരികിൽ അസുരൻ മരിച്ചിടും. ചോര വരികിൽ അടച്ചുപോയി വാഴുക നീ. ഇത്തം പറഞ്ഞ് അതിൽ പൊക്കിയത് ബാലിയും. തത്ര ബിലദ്വാരി നിന്നേൻ അടിയനും. പോയത് കാലം 1 മാസം. എന്നിട്ടും ആഗതനായതുമില്ല കപീശ്വരൻ. വന്നിത് ചോര ബിലമുഖം തന്നിൽ നിന്ന് എന്നുള്ളിൽ നിന്നു വന്നു പരിതാപവും. അഗ്രജൻ തന്നെ മായാവി മഹാസുരൻ നിഗ്രഹിച്ചാനെന്നുറച്ചു ഞാനും തഥാ ദുഃഖം ഉൾക്കൊണ്ട് കിഷ്കിന്ധ പൊക്കിയിടിനേൻ. മർക്കടവീരരും ദുഃഖിച്ചതുകാലം വാനരാധീശ്വരനായ അഭിഷേകവും വാനരേന്ദ്രന്മാർ എനിക്കു ചെയ്തിടിനാർ. ചെന്നിതുകാലം കുറഞ്ഞൊന്നു പിന്നെയും വന്നിത് ബാലി മഹാബലവാൻ തഥാ. കല്ലിട്ടു ഞാൻ ബിലദ്വാരമടച്ചത് കൊല്ലുവാനെന്നോർത്തു കോപിച്ചു ബാലിയും. കൊല്ലുവാൻ എന്നോടടുത്തു ഭയേന ഞാൻ എല്ലായിടവും പാഞ്ഞ് ഇരിക്കരുതാഞ്ഞെങ്ങും നേളെ നടന്നുഴന്നീടും ദശാന്തരെ ബാലി വരികയില്ല അത്ര ശാപത്തിനാൽ.
ഋഷ്യമൂകാചലേ വന്ന് ഇരുന്നീടിനേൻ. വിശ്വാസമോട് ഞാൻ വിശ്വനാഥ വിഭോ, മൂഢനാം ബാലി പരിഗ്രഹിച്ചിടിനാൻ ഊഢരാഗം മമാവല്ലഭ തന്നെയും. നാടും നഗരവും പത്നിയും എന്നുടെ വീടും പിരിഞ്ഞു ദുഃഖിച്ചിരിക്കുന്നു ഞാൻ. ത്വത്പാദ പങ്കേരുഹ സ്പർശ കാരണാൽ ഇപ്പോൾ അതീവ സുഖമുണ്ടായി വന്നു. മിത്രാത്മജോക്തികൾ കേട്ടോരനന്തരം മിത്രദുഃഖേന സന്തപ്തനാം രാഘവൻ ചിത്തകാരുണ്യം കലർന്നു ചൊന്നാൻ. തവ ശത്രുവിനെ കൊന്നു പത്നിയും രാജ്യവും വിത്തവുമെല്ലാം അടക്കിത്തരുവൻ ഞാൻ. സത്യമിത് രാമഭാഷിതം കേവലം. മാനവേന്ദ്രോക്തികൾ കേട്ടു തെളിഞ്ഞൊരു ഭാനുതനയനും ഇങ്ങനെ ചൊല്ലിനാൻ. സ്വർലോകനാഥജനാകിയ ബാലിയെ കൊല്ലുവാൻ ഏറ്റം പണിയുണ്ട് നിർണയം. ഇല്ലവനോളം ബലം മറ്റൊരുവനും ചൊല്ലുവൻ ബാലിതൻ ബാഹുപരാക്രമം. ദുന്ദുഭിയാകും മഹാസുരൻ വന്ന് കിഷ്കിന്ധാപുരദ്വാരി മാഹിഷവേഷമായി യുദ്ധത്തിനായി വിളിച്ചോരു നേരത്ത് അതിക്രുദ്ധനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ. ശൃംഗം പിടിച്ചു പതിപ്പിച്ചു ഭൂമിയിൽ ഭംഗം വരുത്തി ചവിട്ടി പറിച്ചുടൻ. ഉത്തമാംഗത്തെ ചുഴറ്റിയെറിഞ്ഞത് രക്തവും വീണു അതങ്കാശ്രമസ്ഥലേ. ആശ്രമദോഷം വരുത്തിയ ബാലി പോന്ന് ഋഷ്യമൂകാചലത്തിങ്കൽ വരുന്നാകിൽ ബാലിയുടെ തല പൊട്ടിത്തെറിച്ചുടൻ കാലപുരി പൂക മദ്വാക്യ ഗൗരവാൽ എന്നു ശപിച്ചത് കേട്ടു കപീന്ദ്രനും അന്നു തുടങ്ങി ഇവിടെ വരുവീല. ഞാനും അതുകൊണ്ടിവിടെ വസിക്കുന്നു മാനസേ ഭീതി കൂടാതെ നിരന്തരം. ദുന്ദുഭിതൻ്റെ തലയിത് കാൺക ഒരു മന്ദരം പോലെ കിടക്കുന്നത് ഭവാൻ. ഇന്ന് ഇതെടുത്തെറിഞ്ഞിടുന്ന ശക്തന് കൊന്നുകൂടും കപിവീരനെ നിർണയം. എന്നത് കേട്ടു ചിരിച്ചു രഘുത്തമൻ തന്നുടെ തൃക്കാൽ പെരുവിരൽ കൊണ്ട് അത് തന്നെ എടുത്തു മേൽപോട്ടെറിഞ്ഞിടിനാൻ. ചെന്നു വീണു ദശയോജനാപര്യന്തം എന്നത് കണ്ടു തെളിഞ്ഞു സുഗ്രീവനും. തന്നുടെ മന്ത്രികളും വിസ്മയപ്പെട്ടു നന്നെന്നു പുകഴ്ന്നവർ നന്നായി തൊഴുതു നിന്നിടിനാർ. പിന്നെയും അർക്കാത്മജൻ പറഞ്ഞിടിനാൻ. മന്നവാ, സപ്തസാലങ്ങളിവയല്ലോ ബാലിക്കു മൽപ്പിടിച്ചിടുവാനായുള്ള സാലങ്ങളേഴും ഇവയെന്ന് അറിഞ്ഞാലും വൃത്രാരിപുത്രൻ പിടിച്ചിളക്കുന്നേരം പത്രങ്ങളെല്ലാം കൊഴിഞ്ഞുപോവും ഏഴിനും. വട്ടത്തിൽ നിൽക്കും ഇവറ്റെ ഒരമ്പെയ്തു പൊട്ടിക്കിൽ ബാലിയെ കൊല്ലായി വരും ദൃഢം. സൂര്യാത്മജോക്തികൾ ഈദൃശം കേട്ടൊരു സൂര്യാന്വയോദ്ഭൂതനാകിയ രാമനും ചാപം കുഴിയെ കുലച്ചൊരു സായകം ശോഭയോടെ തൊടുത്ത് എയ്തരുളിയിടിനാൻ. സാലങ്ങളേഴും പിളർന്നു പുറപ്പെട്ടു ശൈലവും ഭൂമിയും ഭേദിച്ചു. പിന്നെയും ബാണം ജ്വലിച്ചു തിരിഞ്ഞു വന്നാശു തൻ തോണീരം അൻപോടു പൊക്കോരനന്തരം. വിസ്മിതനായൊരു ഭാനുതനയനം സ്വസ്മിതം കൂപ്പിത്തൊഴുതു ചൊല്ലിയിടിനാൻ. സാക്ഷാത് ജഗന്നാഥനാം പരമാത്മാവ് സാക്ഷിബോധൻ നിന്തിരുവടി നിർണയം. പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ട് കാൺമാനും എനിക്ക് യോഗം വന്നു. ജന്മമരണ നിവൃത്തി വരുത്തുവാൻ നിർമ്മലന്മാർ ഭജിക്കുന്നു ഭവൽപദം. മോക്ഷതനായ ഭവാനെ ലഭിക്കയാൽ മോക്ഷമൊഴിഞ്ഞ് അപേക്ഷിക്കുന്നതില്ല ഞാൻ. പുത്രധാരാർത്ഥ രാജ്യാദി സമസ്തവും വ്യർത്ഥമത്രേ തവ മായാ വിരചിതം. ആകയാൽ മേ മഹാദേവ ദേവേശ മറ്റാകാംക്ഷയില്ല ലോകേശ പ്രസീദമേ. വ്യാപ്തമാനന്ദാനുഭൂതികരം പരം പ്രാപ്തോഹമാഹന്ത ഭാഗ്യ ഫലോദയാൽ. മണ്ണിനായി ഊഴി കുഴിച്ച നേരം നിധി തന്നെ ലഭിച്ചതുപോലെ രഘുപതേ. ധർമ്മദാനവ്രത തീർത്ഥ തപക്രതു കർമ്മപൂർത്ത ഇഷ്ട്യാദികൾ കൊണ്ടൊരുത്തനും വന്നുകൂടാ ബഹുസംസാരനാശനം. നിർണയം ത്വത്പാദഭക്തി കൊണ്ടെന്നിയെ ത്വത്പാദപത്മാവലോകനം
കേവലം എപ്പോൾ അകപ്പെട്ടതും ത്വത്കൃപാബലം. യാതൊരുത്തന്നു ചിത്തം നിൻ തിരുവടി പാദാംബുജത്തിൽ ഇളകാതുറയ്ക്കുന്നു. കാൽക്ഷണം പോലും എന്നാകിൽ അവൻ തനിക്ക് ഒക്കെ നീങ്ങിയിടും അജ്ഞാനം അനർത്ഥകം. ചിത്തം ഭവാങ്കൽ ഉറയ്ക്കായെങ്കിലും അതിഭക്തിയോടെ രാമരാമേതി സാദരം ചൊല്ലുന്നവന് ദുരിതങ്ങൾ വേരറ്റു. നല്ലനായേറ്റം വിശുദ്ധനാം നിർണയം. മദ്യപനെങ്കിലും ബ്രഹ്മജ്ഞനെങ്കിലും സദ്യോ വിമുക്തനാം നാമജപത്തിനാൽ ശത്രുജയത്തിലും ദാരസുഖത്തിലും ചിത്തേ ഒരാഗ്രഹമില്ല എനിക്കേതുമേ. ഭക്തി ഒഴിഞ്ഞു മറ്റൊന്നുമേ വേണ്ടിയില്ല. മുക്തി വരുവാൻ മുകുന്ദ ദയാനിധേ. ത്വത്പാദഭക്തിമാർഗോപദേശം കൊണ്ടു മത്പാദമുൽപ്പാടയാ ത്രിലോകീപതേ. ശത്രുമധ്യസ്ഥമിത്രാരിഭേദഭ്രമം ചിത്തത്തിൽ നഷ്ടമായി വന്നിത് ഭൂപതേ. ത്വത്പാദപത്മാവലോകനം കൊണ്ട് എനിക്കുൽപ്പന്നമായത് കേവലജ്ഞാനവും. പുത്രധാരാദി സംബന്ധമെല്ലാം തവ ശക്തിയാം മായാപ്രഭാവം ജഗത്പദേ. ത്വത്പാദ പങ്കജത്തിങ്കൽ ഉറയ്ക്കണം എപ്പോഴും ഉൾക്കാമ്പ് എനിക്ക് രമാപതേ. ത്വന്നാമ സങ്കീർത്തന പ്രിയയാകണം എന്നുടെ ജിഹ്വ സദാ നാണമെന്നിയെ. ത്വച്ചരണാംഭോരുഹങ്ങളിൽ എപ്പോഴും അർച്ചനം ചെയ്യായി വരിക കരങ്ങളാൽ. നിന്നുടെ ചാരുരൂപങ്ങൾ കാണായി വരിക എന്നുടെ കണ്ണുകൾ കൊണ്ടു നിരന്തരം. കർണങ്ങൾ കൊണ്ടു കേൾക്കായി വരണം സദാ നിന്നുടെ ചാരുചരിതം ധരാപതേ. മച്ചരണദ്വയം സഞ്ചരിച്ചിടണം അച്യുതക്ഷേത്രങ്ങൾ തോറും രഘുപതേ. ത്വത്പാദപാംസതീർത്ഥങ്ങൾ ഏൽക്കാകണം എപ്പോഴും അംഗങ്ങൾ കൊണ്ടു ജഗത്പതേ. ഭക്തിയാ നമസ്കരിക്കായി വരേണം മുഹുരുത്തമാംഗം കൊണ്ടു നിത്യം ഭവത്പദം. ഇത്തം പുകഴ്ന്ന സുഗ്രീവനെ രാഘവൻ ചിത്തം കുളിർത്തു പിടിച്ചു പുൽകീടിനാൻ. അംഗസംഗം കൊണ്ടു കൽമഷം വേരറ്റ മംഗലാത്മാവായ സുഗ്രീവനെത്തതാം. മായയാ തത്ര മോഹിപ്പിച്ചത് അന്നേരം കാര്യസിദ്ധിക്ക് കരുണാജലനിധി. ബാലിയും സുഗ്രീവനും തമ്മിൽ യുദ്ധം ചെയ്യുന്നു. ശ്രീരാമൻ ബാലിയെ വധിക്കുന്നു. സത്യസ്വരൂപൻ ചിരിച്ചരുളി ചെയ്തു, സത്യമത്രേ നീ പറഞ്ഞതെടോ സഖേ. ബാലിയെ ചെന്നു വിളിക്കാ യുദ്ധത്തിന്, കാലം കളയരുത് ഏതും ഇനിയടോ. ബാലിയെ കൊന്നു രാജ്യാഭിഷേകം ചെയ്തു, പാലനം ചെയ്തു കൊള്ളുവൻ നിന്നെ നിർണയം. അർക്കാത്മജൻ അത് കേട്ടു നടന്നിത്, കിഷ്കിന്ധയാം പുരി നോക്കി നിരാകുലം. അർക്കകുലോദ്ഭവന്മാരായ രാമനും ലക്ഷ്മണവീരനും മന്ത്രികൾ 4 മിത്രജൻ ചെന്നു കിഷ്കിന്ധാപുരദ്വാരി യുദ്ധത്തിനായി വിളിച്ചിടിനാൻ ബാലിയെ. പൃഥ്വീരുഹവും മറഞ്ഞു നിന്നിടിനാർ മിത്രഭാവേന രാമാദികളന്നേരം. ക്രുദ്ധനാം ബാലി അലറി വന്നിടിനാൻ, മിത്രതനയനും വക്ഷസീ കുത്തിനാൻ. വൃത്രാരിപുത്രനും മിത്രതനയനെ 100 വലിച്ചു കുത്തിയിടിനാൻ. ബദ്ധരോഷേണ പരസ്പരം തമ്മിലെ യുദ്ധമതീവ ഭയങ്കരമായത്. രക്തമണിഞ്ഞ് ഏകരൂപധരന്മാരായി ശക്തി കലർന്നവർ ഒപ്പം പൊരുന്നേരം. മിത്രാത്മജൻ ഏത് വൃത്രാരിപുത്രനേത് ഇത്തം തിരിച്ചറിയാവതല്ല ഒരുത്തനും. മിത്രവിനാശനശങ്കയാ രാഘവൻ അസ്ത്രപ്രയോഗവും ചെയ്തില്ല അതുനേരം. വൃത്രാരിപുത്രമുഷ്ടിപ്രയോഗം കൊണ്ട് രക്തവും ഛർദ്ദിച്ചു ഭീതനായി ഓടിനാൻ. മിത്രതനയനും സത്വരമാർത്തനായി വൃത്രാരിപുത്രനും ആലയം ബുക്കിത്. വിത്രസ്തനായി വന്നു മിത്രതനയനും പൃഥ്വീരുഹാന്തികെ നിന്നരുളീടിന. മിത്രാന്വയോദ്ഭൂതനാകിയ രാമനോട് എത്രയും ആർത്തിയ പരുഷങ്ങൾ ചൊല്ലിനാൻ.
ശത്രുവിനെ കൊണ്ട് കൊല്ലിക്കയോ തവ ചിത്തത്തിൽ ഓർത്തത് അറിഞ്ഞീല ഞാൻ. അയ്യോ, വധ്യനെന്നാകിൽ വധിച്ചു കളഞ്ഞാലും അസ്ത്രേണ മാം നിന്തിരുവടി താൻ തന്നെ. സത്യം പ്രമാണമെന്നോർത്തേൻ അതും പുനരെത്രയും പാരം പിഴച്ചു ദയാനിധേ. സത്യസന്ധൻ ഭവാൻ എന്നു ഞാൻ ഓർത്തതും വ്യർത്ഥമത്രേ ശരണാഗതവത്സല. മിത്രാത്മജോക്തികൾ ഇത്തരമാകുലാൽ ശ്രുത്വാ രഘുത്തമൻ ഉത്തരം ചൊല്ലിനാൻ. ബദ്ധാശ്രുനേത്രനായ ആലിംഗനം ചെയ്തു ചിത്തെ ഭയപ്പെടായിക ഏതും മമസഖേ. അത്യന്തരോഷവേഗങ്ങൾ കലർന്നൊരു യുദ്ധമധ്യേ ഭവാന്മാരെത്തിരിയാഞ്ഞു. മിത്രഘാതിത്വമാശങ്ക്യ ഞാൻ അന്നേരം മുക്തവാനായതില്ല അസ്ത്രം ധരിക്കനി. ചിത്തഭ്രമം വരായുവാൻ ഒരടയാളം മിത്രാത്മജ നിനക്കുണ്ടാക്കുവൻ ഇനി. ശത്രുവായുള്ളൊരു ബാലിയെ സത്വരം യുദ്ധത്തിനായി വിളിച്ചാലും മടിയാതെ. വൃത്രവിനാശനപുത്രനാം അഗ്രജൻ മൃത്യുവശഗതൻ എന്നുറച്ചിടു നീ. സത്യമിതമഹം രാമനെന്നാകിലോ മിഥ്യയായി വന്നുകൂടാ രാമഭാഷിതം. ഇത്തം സമാശ്വാസ്യ മിത്രാത്മജം രാമഭദ്രൻ സുമിത്രാത്മജനോടു ചൊല്ലിനാൻ. മിത്രാത്മജകളെ പുഷ്പമാല്യത്തെ നീ ബദ്ധ്വാ വിരവോടയക്ക യുദ്ധത്തിനായി. ശത്രുഘ്നപൂർവജൻ മാല്യവും ബന്ധിച്ചു മിത്രാത്മജനെ മോദാലയച്ചീടിനാൻ. വൃത്രാരിപുത്രനെ യുദ്ധത്തിനായിക്കൊണ്ട് മിത്രാത്മജൻ വിളിച്ചീടിനാൻ. പിന്നെയും ക്രുദ്ധനായി നിന്നു കിഷ്കിന്ധാപുരദ്വാരി. കൃത്വാ മഹാസിംഹനാദം രവിസുതൻ ബദ്ധരോഷം വിളിക്കുന്ന നാദം തഥാ ശ്രുത്വാ അതിവിസ്മിതനായൊരു ബാലിയം. ബദ്ധ്വാ പരികരം യുദ്ധായ സത്വരം ബദ്ധവൈരം പുറപ്പെട്ടൊരു നേരത്ത്. ഭർത്തുരഗ്രേ ചെന്ന് ബദ്ധ അശ്രുനേത്രയായി മധ്യേ തടുത്തു ചൊല്ലിയിടിനാൾ. താരയും ശങ്കാവിഹീനം പുറപ്പെട്ടതെന്ത് ഒരു ശങ്കയുണ്ട് ഉള്ളിൽ എനിക്കിതു കേൾക്ക നീ. വിഗ്രഹത്തിങ്കൽ പരാജിതനായിപ്പോയ സുഗ്രീവനാശു വന്നിടുവാൻ കാരണം എത്രയും പാരം പരാക്രമമുള്ളൊരു മിത്രം അവനുണ്ടു പിന്തുണാ നിർണയം. ബാലിയും താരയോടാശു ചൊല്ലിയിടിനാൻ. ബാലേ, ബലാലൊരു ശങ്കയുണ്ടാകുല. കയ്യയച്ചിടു നീ വൈകരുതേതുമേ. നീയൊരു കാര്യം ധരിക്കണമോ മലേ. ബന്ധുവായി ആരുള്ളതോർക്ക സുഗ്രീവന്. ബന്ധമില്ല എന്നോട് വൈരത്തിനാർക്കുമേ. ബന്ധുവായുണ്ട് അവനേകനെന്നാകിലോ ഹന്തവ്യൻ എന്നാൽ അവനും അറിക നീ. ശത്രുവായുള്ളവൻ വന്നു ഗൃഹാന്തികെ യുദ്ധത്തിനായി വിളിക്കുന്നതും കേട്ടുടൻ ശൂരനായുള്ള പുരുഷനിരിക്കുമോ. ഭീരുവായി ഉള്ളിലടച്ച് അതു ചൊല്ലു നീ. വൈരിയെ കൊന്നു വിരവിൽ വരുവൻ ഞാൻ ധീരത കൈക്കൊണ്ടിരിക്ക നീ വല്ലഭേ. താരയും ചൊന്നാൾ അതു കേട്ടവനോട് വീരശിഖാമണേ, കേട്ടാലും എങ്കിൽ നീ കാനനത്തിങ്കൽ നായാട്ടിനു പോയത്. താനേ മമസുതൻ അങ്കദൻ അന്നേരം കേട്ടോരുദന്തം എന്നോട് ചൊന്നാൻ. അത് കേട്ടിട്ടു ശേഷം യഥോചിതം പോകനി. ശ്രീമാൻ ദശരഥനാം അയോധ്യാധിപൻ രാമനെന്നുണ്ട് അവൻ തന്നെ നന്ദനൻ. ലക്ഷ്മണനാകും അനുജനോടും നിജലക്ഷ്മീ സമയായ സീതയോടും അവൻ വന്നിരുന്നീടിനാൻ. ദണ്ഡകാനനെ വന്യാശനായി തപസ്സു ചെയ്തിടുവാൻ. ദുഷ്ടനായുള്ളൊരു രാവണ രാക്ഷസൻ കട്ടുകൊണ്ടാൻ അവൻ തന്നെ പത്നിയെ. ലക്ഷ്മണനോടും അവളെ അന്വേഷിച്ച് തൽക്ഷണം ഋഷ്യമൂകാജലേ വന്നിത്. മിത്രാത്മജനെയും തത്ര കണ്ടിടിനാൻ. മിത്രമായി വാഴുകയെന്ന് അന്യോന്യം ഒന്നിച്ച് സഖ്യവും ചെയ്തുകൊണ്ടാർ
വൃത്രാരിപുത്രനെ കൊന്ന് കിഷ്കിന്ധയിൽ മിത്രാത്മജ നിന്നെ വാഴിപ്പൻ എന്നൊരു സത്യവും ചെയ്തു കൊടുത്തിരു രാഘവൻ. സത്വരം അർക്കതനയനുമന്നേരം അന്വേഷണം ചെയ്തറിഞ്ഞു സീതാദേവി തന്നെയും കാട്ടിത്തരുവനെന്നും തമ്മിൽ അന്യോന്യമേവം പ്രതിജ്ഞയും ചെയ്തത് വന്നത് ഇപ്പോൾ. അതുകൊണ്ടു തന്നെ അവൻ വൈരമെല്ലാം കളഞ്ഞ് ആശു സുഗ്രീവന് സ്വൈരമായി വാഴിച്ചുകൊള്ളുക ഇളമയായി. യാഹി രാമം നീ ശരണമായി വേഗേന പാഹിമാം അംഗദം രാജ്യം കുലം ജതേ. ഇങ്ങനെ ചൊല്ലിക്കരഞ്ഞു കാലും പിടിച്ച് അങ്ങനെ താര നമസ്കരിക്കും വിധൗ. വ്യാകുലഹീനം പുണർന്ന് അനുരാഗവശേന പറഞ്ഞത് ബാലിയും. സ്ത്രീ സ്വഭാവം കൊണ്ട് പേടിയായി കേതുമേ നാസ്തി ഭയം മമ വല്ലഭേ കേൾക്ക നീ. ശ്രീരാമലക്ഷ്മണന്മാർ വന്നതെങ്കിലോ ചേരും എന്നോടും അവരെന്നു നിർണയം. രാമന് സ്നേഹം എന്നോളമില്ല ആർക്കുമേ. രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു. നാരായണൻ താൻ അവതരിച്ചു ഭൂമി ഭാരഹരണാർത്ഥമെന്ന് കേൾപ്പുണ്ടു ഞാൻ. പക്ഷഭേദം ഭഗവാനില്ല നിർണയം. നിർഗുണനേകൻ ആത്മാരാമൻ ഈശ്വരൻ. തച്ചരണാംബുജെ വീണു നമസ്കരിച്ച് ഇച്ഛയ ഞാൻ കൂട്ടിക്കൊണ്ട് ഇങ്ങു പോരുവൻ. മൽഗൃഹത്തിങ്കൽ ഉപകാരവുമേറും സുഗ്രീവനെക്കാളും എന്നെക്കൊണ്ട് ഓർക്ക നീ. തന്നെ ഭജിക്കുന്നവനെ ഭജിച്ചിടും അന്യഭാവം പരമാത്മാവിനില്ലല്ലോ. ഭക്തിഗമ്യൻ പരമേശ്വരൻ വല്ലഭേ ഭക്തിയോ പാർക്കിൽ എന്നോളം ഇല്ലാർക്കുമേ. ദുഃഖവും നീക്കി വസിക്ക നീ വേശ്മനി പുഷ്കരലോചനെ പൂർണ്ണ ഗുണാംബുധേ. ഇത്തമാശ്വാസ്യ വൃത്രാരാതിപുത്രനും ക്രുദ്ധനായി സത്വരം ബദ്ധ്വാ പരികരം. നിർഗമിച്ചിടിനാൻ യുദ്ധായ സത്വരം നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനെ ക്രുധ. താരയും അശ്രുഗണങ്ങളും വാർത്ത് ആരൂഢതാപമകത്ത് പുക്കീടിനാൾ. പല്ലും കടിച്ച് അലറിക്കൊണ്ടു ബാലിയും നെല്ലെന്ന് അണഞ്ഞോരു നേരം തഥാ. മുഷ്ടികൾ കൊണ്ടു താടിച്ചത് ബാലിയെ രുഷ്ടനാം ബാലി സുഗ്രീവനെയും തഥാ. മുഷ്ടി ചുരുട്ടി പ്രഹരിച്ചിരിക്കവേ കെട്ടിയും കാൽ കൈ പരസ്പരം താടനം. തട്ടിയും മുട്ടുകൊണ്ടും തല തങ്ങളിൽ കൊട്ടിയും ഏറ്റം പിടിച്ചും കടിച്ചും അങ്ങ് ഊറ്റത്തിൽ വീണും പിരണ്ടും ഉരുണ്ടും ഉൾച്ചീറ്റം കലർന്ന നഖം കൊണ്ടു മാന്തിയും ചാടിപ്പരിക്കയും കൂടെ കുരിക്കയും മാടിത്തടുക്കയും കൂടെ കൊടുക്കയും ഓടിക്കഴിക്കയും വാടി വിയർക്കയും മാടി വിളിക്കയും കോപിച്ചെടുക്കയും മുഷ്ടിയുദ്ധ പ്രയോഗം കണ്ട് നിൽപ്പവർ ദൃഷ്ടി കുളിർക്കയും വാഴ്ത്തി സ്തുതിക്കയും. കാലനും കാലകാലൻ താനുമുള്ള പോർ ബാലിസുഗ്രീവ യുദ്ധത്തിനൗവാ ദൃഢം. രണ്ടു സമുദ്രങ്ങൾ തമ്മിൽ പോരും പോലെ രണ്ടു ശൈലങ്ങൾ തമ്മിൽ പോരും പോലെയും കണ്ടവരാർത്തു കൊണ്ടാടി പുകഴ്ത്തിയും കണ്ടീല വാട്ടം ഒരുത്തനും ഏതുമേ. അച്ഛൻ കൊടുത്തോരു മാല ബാലിക്കുമുണ്ട്, അച്യുതൻ നൽകിയ മാല സുഗ്രീവനും. ഭേദമില്ല ഒന്നുകൊണ്ടും തമ്മിലെങ്കിലും ഭേദിച്ചത് അർക്കതനയന് വിഗ്രഹം. സാധവമേറ്റം കലർന്നു സുഗ്രീവനും ഖേദമോടെ രഘുനാഥനെ നോക്കിയും. അഗ്രജമുഷ്ടി പ്രഹരങ്ങളേൽക്കയാൽ സുഗ്രീവനേറ്റം തളർച്ചയുണ്ടെന്നത് കണ്ടു കാരുണ്യം കലർന്നു വേഗേന വൈകുണ്ഠൻ ദശരഥനന്ദനൻ ബാലിതൻ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് വൃക്ഷഷണ്ഡം മറഞ്ഞാശു മാഹേന്ദ്രമാം അസ്ത്രം തൊടുത്തു വലിച്ചു നിറച്ചുടൻ വിദ്രുതമാം മാറ് അയച്ചരുളിയിടിനാൻ. ചെന്നതു ബാലിതന്മാരിൽ തറച്ചളവ് ഒന്നങ്ങലറി വീണിടിനാൻ ബാലിയും. ഭൂമിയും ഒന്നു വിറച്ചു തന്നേരത്ത് രാമനെ കൂപ്പി സ്തുതിച്ചു മരുത്സുതൻ.
മോഹം കലർന്നു മുഹൂർത്തമാത്രം പിന്നെ മോഹവും തീർന്നു നോക്കിയിടിനാൻ ബാലിയം. കാണായിതഗ്രേ രഘുത്തമനെ തഥാ. ബാണവും ദക്ഷിണഹസ്തേ ധരിച്ച് അന്യപാണിയിൽ ചാപവും ചീരവസനവും തോണീരവും മൃദുസ്മേരവദനവും ചാരുജടാമകുടം പൂണ്ട് ഇടംപെട്ട മാറിടത്തിങ്കൽ വനമാലയം പൂണ്ട് ചാർവായതങ്ങളായുള്ള ഭുജങ്ങളും ദൂർവാതളച്ചവി പൂണ്ട ശരീരവും പക്ഷഭാഗേ പരിസേവിതന്മാരായ ലക്ഷ്മണ സുഗ്രീവന്മാരെയും അഞ്ജസ കണ്ടുഗർഹിച്ചു പറഞ്ഞത് ബാലിയും. ഉണ്ടായ കോപഖേദാകുലചേതസാ. എന്തു ഞാനൊന്നു നിന്നോട് പിഴച്ചതും എന്തിനെന്നെ കൊല ചെയ്തു വെറുതെ നീ. വ്യാജേന ചോരധർമ്മത്തെയും കൈക്കൊണ്ട് രാജധർമ്മത്തെ വിടിഞ്ഞത് എന്തിങ്ങനെ. എന്തൊരു കീർത്തി ലഭിച്ചത് ഇതുകൊണ്ട്. ചിന്തിക്കാ രാജകുലോദ്ഭവനല്ലോ നീ. വീരധർമ്മം നിരൂപിച്ചു കീർത്തിക്കെങ്കിൽ നേരെ പൊരുതു ജയിക്കേണമേവനും. എന്തോന്നു സുഗ്രീവനാൽ കൃതമായതും എന്തു മറ്റെന്നാൽ കൃതമല്ലയാഞ്ഞതും. രക്ഷോവരൻ തവ പത്നിയെ കെട്ടതിന് അർക്കാത്മജനശരണമായി പ്രാപിച്ചു. നിഗ്രഹിച്ചു ഭവാൻ എന്നെ എന്നാകിലോ വിക്രമം മാമകം കേട്ടറിയുന്നീലേ. ആരറിയാത്തത് മൂന്ന് ലോകത്തിലും വീരനാം എന്നുടെ ബാഹുപരാക്രമം. ലങ്കാപുരത്തെ ത്രികൂടമൂലത്തോടും ശങ്കാവിഹീനം ദശാസ്യനോടും കൂടെ ബന്ധിച്ചു ഞാൻ അരനാഴിക കൊണ്ട് നിന്നന്തികെ വെച്ചു തൊഴുതേനും ആദരാൽ. ധർമ്മിഷ്ഠനെന്നു ഭവാനെ ലോകത്തിങ്കൽ നിർമ്മലന്മാർ പറയുന്നു രഘുപതേ. ധർമ്മമെന്തോന്നു ലഭിച്ചത് ഇതുകൊണ്ട് നിർമൂലമിങ്ങനെ കാട്ടാളനെപ്പോലെ വാനരത്തെ ചതി ചെയ്തു കൊന്നിട്ട് ഒരു മാനമുണ്ടായത് എന്തെന്നു പറക നീ. വാനരമാംസം അഭക്ഷ്യമത്രേ ബത മാനസേ തോന്നിയതെന്തിത് ഭൂപതേ. ഇത്തം ബഹുഭാഷണം ചെയ്ത ബാലിയോട് ഉത്തരമായി അരുൾ ചെയ്തു രഘുത്തമൻ. ധർമ്മത്തെ രക്ഷിപ്പതിനായുധവുമായി നിർമ്മത്സരം നടക്കുന്നത് നീള ഞാൻ. പാപിയായോരധർമ്മിഷ്ഠനാം നിന്നുടെ പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ നിന്നെ വധിച്ചത് ഞാൻ. മോഹബദ്ധനായി നിന്നെ നീ ഏതുമറിയാഞ്ഞതും എടോ. പുത്രീ ഭഗിനി സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവുമേതുമേ ഭേദമില്ലെന്നല്ലോ വേദവാക്യം. അതു ചേതസി മോഹാൽ പരിഗ്രഹിക്കുന്നവൻ. പാപികളിൽ വെച്ചുമേറ്റം മഹാപാപി. താപം അവർക്കതിനാലേ വരുമല്ലോ. മര്യാദ നീക്കി നടക്കുന്നവരുകളെ ശൗര്യമേറും നൃപന്മാർ നിഗ്രഹിച്ചത. ധർമ്മസ്ഥിതി വരുത്വം ധരണീതലേ നിർമ്മലാത്മാ നീ നിരൂപിക്ക മാനസേ. ലോകവിശുദ്ധി വരുത്തുവാനായിക്കൊണ്ട് ലോകപാലന്മാർ നടക്കുമെല്ലായിടവും. ഏറെ പറഞ്ഞു പോകായിക അവരോട്, അതും പാപത്തിനായി വരും പാപികൾക്കേറ്റവും. ഇത്തം അരുൾ ചെയ്തതൊക്കവേ കേട്ട് ആശു ചിത്തവിശുദ്ധി ഭവിച്ചു കപീന്ദ്രനും. രാമനെ നാരായണനെന്നറിഞ്ഞുടൻ താമസഭാവമകന്നു സസംഭ്രമം. ഭക്ത്യാ നമസ്കൃത്യ വന്ദിച്ചു ചൊല്ലിനാൻ ഇത്തം മമ അപരാധം ക്ഷമിക്കേണമേ. ശ്രീരാമ രാമ മഹാഭാഗ രാഘവ നാരായണൻ നിന്തിരുവടി നിർണയം. ഞാനറിയാതെ പറഞ്ഞതെല്ലാം തവ മാനസേ കാരുണ്യമോടും ക്ഷമിക്കണം. നിന്തിരുമേനിയും കണ്ടു കണ്ട് ആശു നിന്നന്തികെ താവകമായ ശരമേറ്റു. ദേഹമുപേക്ഷിപ്പതിന് യോഗം വന്നത് ആഹന്ത ഭാഗ്യം എന്തോന്നു ചൊല്ലാവതും. സാക്ഷാൽ മഹായോഗിനാമപി ദുർലഭം മോക്ഷപ്രദം തവാദർശനം ശ്രീപദേ. നിൻ തിരുനാമം മരിപ്പാൻ തുടങ്ങുമ്പോൾ സന്താപം ഉൾക്കൊണ്ടു ചൊല്ലും പുരുഷന്
മോക്ഷം ലഭിക്കുന്നതാകയാൽ ഇന്നുമേ സാക്ഷാൽ പുരസ്ഥിതനായ ഭഗവാനെ കണ്ട് കണ്ട് അൻപോട് നിന്നുടെ സായകം കൊണ്ട് മരിപ്പാൻ അവകാശമിക്കാലമുണ്ടായത്. എന്നുടെ ഭാഗ്യാതിരേകം ഇതുണ്ടോ പലർക്കും ലഭിക്കുന്നത് ഈശ്വര. നാരായണൻ നിൻ തിരുവടി ജാനകി താരൽ മാതാവായ ലക്ഷ്മി ഭഗവതി പങ്ക്തികണ്ഠൻ തന്നെ നിഗ്രഹിപ്പാൻ ആശു പങ്ക്തിരഥാത്മജനായി ജനിച്ചു ഭവാൻ. പത്മജൻ മുന്നമർത്ഥിക്കയാലെന്നതും പത്മവിലോചന ഞാൻ അറിഞ്ഞിടിനേൻ. നിന്നുടെ ലോകം ഗമിപ്പാൻ തുടങ്ങിയിടും എന്നെ അനുഗ്രഹിക്കണം ഭഗവാനേ. എന്നോട് തുല്യബലനാകും അംഗദൻ തന്നിൽ തിരുവുള്ളമുണ്ടായിരിക്കണം. അർക്കതനയനും അംഗദബാലനും ഒക്കുമെനിക്കെന്ന് കൈക്കൊള്ളുക വേണമേ. അമ്പും പറിച്ചു തൃക്കൈ കൊണ്ട് അടിയനെ അൻപോടു മെല്ലെ തലോടുകയും വേണം എന്നതു കേട്ടൊരു കൂത്തമൻ ബാണവും ചെന്നു പറിച്ചു തലോടിനാൻ മെല്ലവേ. മാനവവീരൻ മുഖാംബുജവും പാർത്തു വാനരദേഹം ഉപേക്ഷിച്ചു ബാലിയും യോഗീന്ദ്രവൃന്ദ ദുരാപമായുള്ളൊരു ലോകം ഭഗവത്പദം ഗമിച്ചിടിനാൻ. രാമനായൊരു പരമാത്മനാ ബാലി രാമപദം പ്രവേശിച്ചോരനന്തരം മർക്കടൗഘം ഭയത്തോട് ഓടി വേഗേന പൊക്കിത് കിഷ്കിന്ധയായ പുരാജിരെ ചൊല്ലിനാൾ താരയോടാശു കവികളും. സ്വർലോകവാസിയായി വന്നു കപീശ്വരൻ ശ്രീരാമസായകമേറ്റ് രണാജിരെ താരേ കുമാരനെ വാഴിക്ക വൈകാതെ. ഗോപുരവാതിൽ നാലും ദൃഢം ബന്ധിച്ചു ഗോപിച്ചു കൊള്ളുക കിഷ്കിന്ധാമഹാപുരം. മന്ത്രികളോടു നിയോഗിക്ക നീ പരിപന്ധികൾ ഉള്ളിൽ കടക്കാതിരിക്കണം. ബാലി മരിച്ചതു കേട്ടൊരു താരയും ഓലോല വീഴുന്ന കണ്ണുനീരും വാർത്തു ദുഃഖേന വക്ഷസി താടിച്ചു ഗദ്ഗദവാച പറഞ്ഞു പലതരം. എന്തിനെനിക്ക് ഇനി പുത്രനും രാജ്യവും എന്തിനു ഭൂതലവാസവും മേ വൃഥ. ഭർത്താവ് തന്നോടു കൂടെ മടിയാതെ മൃത്യുലോകം പ്രവേശിക്കുന്നതുണ്ടു ഞാൻ. ഇത്തം കരഞ്ഞു കരഞ്ഞ് അവൾ ചെന്നു തൻ രക്തപാംസുക്കൾ അണിഞ്ഞു കിടക്കുന്ന ഭർത്തൃകളേവരും കണ്ടു മോഹം പൂണ്ടു പുത്രനോടും കൂടെ ഏറ്റം വിവശയായി വീണിത് ചെന്നു പാദാന്തികേ താരയും. കേണു തുടങ്ങിനാൾ പിന്നെ പലതരം. ബാണമെയ്തെന്നെയും കൊന്നിടു നീ മമ പ്രാണനാഥന്നു പൊറാ പിരിഞ്ഞാലെടോ. എന്നെ പതിയോടുകൂടെ അയക്കിലോ കന്യകാദാനഫലം നിനക്കും വരും. ആര്യനാം നിന്നാൽ അനുഭൂതമല്ലയോ ഭാര്യാവിയോഗജ ദുഃഖം രഘുപതേ. വ്യഗ്രവും തീർത്ത് രുമയുമായി വാഴുക നീ സുഗ്രീവ രാജ്യഭോഗങ്ങളോടും ജനം. ഇത്തം പറഞ്ഞു കരയുന്ന താരയോട് ഉത്തരമായി അരുൾ ചെയ്തു രഘുവരൻ തത്വജ്ഞാന ഉപദേശേന കാരുണ്യേന ഭർതൃവിയോഗ ദുഃഖം കളഞ്ഞിടുവാൻ. പരിപാവനമായ അധ്യാത്മരാമായണം നിങ്ങൾക്ക് സമർപ്പിക്കുന്നു DC ബുക്സ്.